ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നിവിടെ ഉള്ളത് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ചിറക് വിരിച്ചെന്നുള്ള പാഠാണ്. ഇത് ഒന്നാമത്തെ പാഠാണ്. ഇതിൽ കണ്ടോ, ഇതിലെന്തൊക്കെയാ കാണുന്നത്? നദി കാണുന്നുണ്ട്, പിന്നെ പാലം, ബസ്, വീട്, അങ്ങനെ എല്ലാവിധ മഴവില്ല് കാണുന്നുണ്ട്. അമ്പിളിയമ്മാവനെ കാണുന്നുണ്ട്. അതിലൊരു കുട്ടി ഇരുന്ന് നാട്ടിലെ കാഴ്ചകൾ വീക്ഷിക്കുന്നത് കാണുന്നുണ്ട്. മഴവില്ലിൽ ഊഞ്ഞാല് കെട്ടി ആടുന്നത് കുട്ടികൾ, പിന്നെ ചിറകിരിച്ച് പറക്കുന്നുണ്ട് കിളികൾ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയാണ് ചിത്രകാരൻ ഇതിൽ വിവരിച്ചിട്ടുള്ളത്. ഇത് ശ്രദ്ധിക്കൂ. വാതിൽ എന്താണ്? ചിറകുള്ള ബസ്, വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്. ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ. അതിന് ഇപ്പോൾ മുളച്ച് ചിറകുകളായെന്നു തോന്നും. ചിറകുള്ള ബസ്. ആരെ എഴുതിയത്? വിഷ്ണു പ്രസാദ്. ഇതിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ. കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ചിറക് മുളച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. എന്താണ് വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്? എന്താണ് അത്? നമ്മൾ ആർത്തുല്ലസിച്ച് പോകുന്നൊരു ബസ്സാണ്. സന്തോഷത്തോടെ കൂട്ടുകാരും ടീച്ചേഴ്സ് എല്ലാവരും കൂടി പോകുന്ന ഒരു സന്തോഷകരമായുള്ളൊരു യാത്രയാണത്. ഒരുപാട് കാഴ്ചകൾ കാണാം, പലതരം വിഭവങ്ങൾ, പലതരം പഠിക്കാം. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതുകളാണ് ഉള്ളത്. അപ്പം എന്താ, ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ പറയുന്നുണ്ടല്ലോ. അപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ ഫ്രണ്ട്സുകളൊത്ത് സന്തോഷകരമായി പോകുന്നൊരു യാത്രയായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പിന്നെന്താ, മണ്ണാങ്കട്ടയും കരിയിലയും. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നുമില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്ന് വരും. എന്താണിതിലെ? നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സംഭവം മാത്രമല്ല, ഉദ്ദേശിക്കാത്ത പലതും സംഭവിക്കാം. ചിലപ്പോൾ കാണുമെന്ന് വിചാരിച്ചത് കണ്ടില്ലെന്ന് വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. മുന്നറിയിപ്പ്. കാഴ്ചകൾ കാണാൻ പോകുന്നവർ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിടി ഞാൻ കണ്ടത് നീളെ തിരമാല. കപ്പൽ കാണാൻ പോയിടി ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിടി ഞാൻ കണ്ടത് നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നൊരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. ഇതാരെഴുതിയതാണ്? അക്കിത്തം. അതായത് ഏത് കവിത എത്തിയത്? അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകൾ. കവിത താളത്തിൽ ചൊല്ലോ. അങ്ങനെ താളത്തിൽ നമുക്ക് ഈ കവിത ചൊല്ലി നോക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ നമ്മൾ അങ്ങനെ പറയുന്നത്? കാണാൻ ചെന്നാൽ അവിടെ എന്താണ്? കടൽ കാണാൻ ചെന്നാൽ നമ്മൾ എന്താ കാണുക? നിറയെ തിരമാലയെ കാണാം. എത്രയോ വലിയൊരു കടലിൻ്റെ വെറും ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കപ്പൽ കാണാൻ ചെന്നാലോ വലിയൊരു മണിമേട പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരിക്കലും മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മളെ കണ്ണിന് കാണുന്നതിനും അപ്പുറം വലുതായിരിക്കും. കാട് കാണാൻ പോയാലോ നമ്മൾ മുന്നിലുള്ള കുറച്ച് മരങ്ങൾ മാത്രമാണ് കാണുന്നത്. ഉള്ളിലേക്കൊന്നും കാണാനേ കഴിയില്ല. പിന്നെന്താ,
വാരിക്കുഴി കാണാൻ പോയാൽ എന്താ വലിയ കിണറായിട്ടാണ് നമുക്ക് തോന്നുക. അതുകൊണ്ടാണ് കവി പറയുന്നത് കാണാൻ ചെന്നാൽ നമ്മൾ വിചാരിക്കുന്നതല്ല അവിടെ കാണുകയെന്ന്.